ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് വാനില സ്പോഞ്ച് കേക്കാണ്. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എഗ്ഗ് 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് മൈദ 1.5 കപ്പ്, 1 കപ്പ് പഞ്ചസാര, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, വാനില എസൻസ് 1/4 ടീസ്പൂൺ, ഉപ്പ് 1 നുള്ള്, പാൽ 1/4 കപ്പ്, കുക്കിംഗ് ഓയിൽ 1/2 കപ്പ്. ഇനി നമുക്ക് സ്പോഞ്ച് കേക്ക് തയ്യാറാക്കിയെടുക്കാം. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. അതിനു വേണ്ടി മൈദ ചേർത്ത് കൊടുക്കാം, ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് അരിച്ചെടുക്കാം. ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എഗ്ഗ് ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്തെടുക്കാം. 3 എഗ്ഗ് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ്, വാനില എസൻസ്, പഞ്ചസാര എന്നിവ ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ എഗ്ഗ് നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ എഗ്ഗ് മിശ്രിതം നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈദ കൂട്ടിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ പാൽ ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. പാലെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കേക്കിന്റെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് കേക്ക് മോൾഡ് എടുത്തിട്ട് ഇതിലേക്ക് എണ്ണയോ ബട്ടറോ ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വിരിച്ചു കൊടുക്കാം. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ പ്രശ്നമില്ല, അലൂമിനിയം ഫോയിൽ മതി. ഇനി ഇതിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ പ്രഷർ കുക്കറിലാണ് ചെയ്യുന്നത്. ഞാനിവിടെ കുക്കറിലാണ് കേക്ക് ബേക്ക് ചെയ്യുന്നത്. കുക്കറിലേക്ക് ഞാനിവിടെ 2 കപ്പോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 5 മിനിറ്റ് നന്നായി ചൂടാക്കിയെടുക്കണം. അതിനു മുമ്പായിട്ട് കുക്കർ ഒന്ന് അടച്ചു വെക്കണം. ഇതിൻ്റെ വെയിറ്റ് എടുത്ത് മാറ്റണം. ഇനി നമുക്കിതൊന്ന് നന്നായി ചൂടാക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ കുക്കർ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെയായിട്ട് ഏതെങ്കിലും തരം ലെവൽ പ്ലേറ്റ് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മേലെ നമുക്ക് കേക്ക് ബാറ്റർ വെച്ച് കൊടുക്കാം. കേക്ക് ബാറ്റർ ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ സ്പോഞ്ച് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉൾവശം വെന്തിനോ എന്ന് നോക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് വെന്തിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ ഒരു 5 മിനിറ്റ് ഇതിൽ തന്നെ നിൽക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് ഇതിൽ നിന്ന് കേക്ക് എടുത്ത് മാറ്റാം. ഇപ്പം നമ്മുടെ സ്പോഞ്ച് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പേപ്പർ ഒന്ന് വാനില സ്പോഞ്ച് കേക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതാണ്.
നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. Thank you.